ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവാലയത്തിനും നേരെ നിൽക്കുന്ന സകലരെയും ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. മഹാത്മാഗാന്ധി ബൈബിള് വായിച്ചെന്ന് നമ്മുടെ ബൈബിൾ ഇപ്പോൾ ഷോക്കേസിനകത്തിരിക്കുക. 5ാമത്തെ സംഭവം ആരും പറഞ്ഞില്ലെങ്കിൽ ലോകത്തിൽ സംഭവിക്കും. 1,56,000 ആടുകളുടെ രക്തം അവിടെ ഒഴുക്കി മാത ദൈവാലയത്തിനെതിരെ പദ്ധതി വെച്ച് പൂട്ടാൻ നിൽക്കല്ലേ കുഞ്ഞുങ്ങൾ. മറന്നിക്ക് പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചനം. ദൈവസഭയുടെ ഭാവികാല പ്രത്യാശ വചനത്തിലേക്ക്. AD 30 കാൽവറിയിലെ ക്രൂശീകരണം. എന്താ കാൽവറിയിലെ ക്രൂശീകരണം? 2 കള്ളന്മാരുടെ നടുവിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പരമയാഗമായി. പലരും പറയുന്ന യേശു ക്രിസ്തു ക്രിസ്ത്യാനിക്ക് വേണ്ടി പരമയാഗമായി. ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒന്നുമല്ല പരമയാഗമായത്. ഒന്ന്, ഏദനിനകത്ത് പാപം കയറി ആദമ്യ കുടുംബത്തെ ദൈവം സൃഷ്ടിച്ചു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം. അവരെ പാർക്കാൻ കൊണ്ടുവന്നത് പുറമേ പറയാം ഏദനിനകത്തായിരുന്നു. ഏദനിനകത്ത് പാർക്കുവാൻ കൊണ്ടുവന്നപ്പോൾ സ്വർഗം ഒരു ടോർപ്പിട വെച്ചു. അടക്കി പാടുക, പെറ്റുപെരുക, സന്താനപുഷ്ടി ഉള്ളവരാകോ, നിത്യം ദൈവത്തെ ആരാധിക്കുക. 1 ദിവസം 1000 സംവത്സരം. മക്കളെ, ഇത് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. തോട്ടത്തിന്റെ നടുവിൽ ഒരു നന്മയുടെയും തിന്മയുടെയും വൃക്ഷമുണ്ടായിരുന്നു. അത് ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ രക്ഷയുടെ തേജസ് നഷ്ടപ്പെട്ട് പുറത്തു പോകും. ആദമിനെ പല പ്രാവശ്യവും സർപ്പ ഉപായത്തിൽ ചതിക്കാൻ നോക്കി. ആദ്യം പനച്ചുമൂടി ചന്തയിൽ പോയപ്പോൾ ആദമിനോട് പറഞ്ഞു, കുഞ്ഞെ ഇത് കഴിക്കണം, അവിടുന്ന് ഒന്നും മേടിക്കണ്ട, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ ദൈവസാന്നിധ്യം ഇറങ്ങി. ആദം ഇതിനകത്ത് വീണില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആദം കാർഷിക വിഭവങ്ങളുമായി കളിക്കാപ്പിളെ പോയി. എന്തായാലും ഹവ്വാമ്മയുടെ വാട്സപ്പ് നമ്പരും അവന് കിട്ടി. മനസ്സിലാക്കുന്നവർക്ക് ആദ്യം ഹലോ അടിച്ചു, ഹായ് അടിച്ചു, ഹവാറിയു അടിച്ചു, പ്രൈസ് ദി ലോർഡ് അടിച്ചു. സ്വോത്രം. അമ്മാമ്മ ഏകദേശം ഹല്ലേലൂയ പറഞ്ഞപ്പോൾ പിടികിട്ടി വളയും വന്നു. സ്വോത്രം. ഉടനെ അമ്മാമ്മയുടെ അടുത്ത് പറഞ്ഞ്, കർത്താവ് പറഞ്ഞതെല്ലാം തെറ്റാ, ഞാൻ പറയുന്നതാ ശരി, നിങ്ങൾ കഴിക്കണം, നിങ്ങൾക്ക് അനുഗ്രഹം അരമ്പமான பெரியமான ஆசீர்வாதம் வருகிறது. அந்த மாதிரி தமிழ் பேசியிருக்குது. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി. അപ്പം അമ്മാമ്മ ഏകദേശം ലൈനിലായപ്പോൾ പിശാച് അടുത്തും കൂടെ വെച്ചു, മൊത്തവും കഴിക്കരുത്, കളിക്കാപ്പിളെന്ന് നിലമാമോട് വഴി വരുമ്പോൾ അച്ചായനൂടെ പകുതി വെച്ചേക്കണം. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് ആദമിനോട് സ്വർഗം ചോദിച്ചപ്പോൾ ആദം പറഞ്ഞ്, കർത്താവെ നീ തന്ന ഈ ദാസി ഈ സഹോദരിയെ എനിക്കൂടെ തന്നെന്ന്. മനസ്സിലാകുന്നവർക്ക് ആദം ജാമ്യം എടുത്തു. ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് തോട്ടത്തിന്റെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചപ്പോൾ ആദം തോട്ടത്തിൽ നിന്ന് പുറത്തായി. രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി. ഇവിടെയാ പാപം ആരംഭിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി. എന്നിട്ട് സ്വർഗത്തിന്റെ ക്യാമറ ഇറങ്ങി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി തോട്ടത്തിൽ നിന്ന് പുറത്തു പോകുമ്പോൾ സ്വർഗം വിളിക്കുന്നു, ആദമേ നീ എവിടെ? ഇന്ന് രാത്രി ചില പാപികളെ തേടി സ്വർഗത്തിന്റെ ശബ്ദം ഇവിടെ കേൾക്കുന്നു. മടങ്ങി വരുന്നവരെ മാറോട് ചേർക്കുക. ഇന്ന് രാത്രി ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എവിടെ ആടിന്റെ പരമയാഗം? ശ്രദ്ധയോടെ. കൽദയപട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ 1498 കിലോമീറ്റർ ഇന്നത്തെ ഇറാഖും ഇസ്രയേലും വാർദ്ധക്യകാലം ഒരു സന്തതി ഉണ്ടായിരുന്ന ഇസഹാക്ക് അവനെ കൊണ്ട് ഹോമയാഗത്തിന് വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. കുഞ്ഞിന്റെ മേൽ കൈകാലുകൾ ബന്ധിച്ച് ഹോമയാഗത്തിനുള്ള വഴികളെല്ലാം ഒരുക്കിയപ്പോൾ അവസാനമായി കത്തി ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം പറഞ്ഞു, അയ്യോ അയ്യോ, ബാലകന്റെ മേൽ കൈവെക്കരുത്, പകരം ഒരാട്ടിൻകുട്ടി. ചിന്തയോടെ ഇരിക്കണം ഈ ഗ്രൗണ്ടിൽ. 1, ഒരു കുഞ്ഞിന് വേണ്ടി ഒരാട്ടിൻകുട്ടി ഇറക്കപ്പെട്ടു. 2, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ പാളയത്തിൽ കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കണ്ടു. പെസഹായിൽ ആയിരക്കണക്കിന് ആടുകളെ അറുത്തു. അവർ ആഴമേറിയ ചെങ്കടൽ കടന്നു. 1, ഒരു കുഞ്ഞിന് വേണ്ടി ആട്. 2, ഒരു കൂട്ടം ജനത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആടുകൾ. 3, ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തി. കൂർനോക്കാതെ പുരോഹിതന്മാർ നിലവിളിച്ചു. 1,56,000 ആടുകളുടെ രക്തം അവിടെ ഒഴുക്കി. അവൻ നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവ സാന്നിധ്യം ഇറങ്ങി. 1 more time revises in the convention day 3. നമ്പർ 1, ഇസഹാക്കിന് പകരമായ ഒരാട്. 2, ഇസ്രായേൽ മക്കളുടെ വിടുതലിന് പകരമായ ആയിരക്കണക്കിന് ആട്ടിൻകുട്ടികൾ. 3, ദൈവാലയത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആടുകൾ അറുത്തു. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. അപ്പച്ചാമ്മച്ചി വീട്ടിനകത്ത് കൊലപാതകം, കുഷ്ഠം, ടൈഫോയിഡ്, പോളിയോ, അവിഹിത ഗർഭമെല്ലാം ആഞ്ഞടിച്ചപ്പോൾ ഊനമൃഗങ്ങളെ ഇറക്കാൻ തുടങ്ങി. കുറുപ്രാവ്, ചെമ്മരിയാട്, കോലാട് പടപടാ മൃഗശാലയിൽ വെട്ടുന്നത് പോലെ രക്തം ഇങ്ങനെ വീഴാൻ തുടങ്ങി. അതിന്റെ നിലവിളി സ്വർഗം കേട്ടു. സ്വർഗം ചോദിച്ചു, അയ്യോ അയ്യോ, എന്നും ഈ രക്തം വീഴണ്ട. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു രക്തം ചിന്തണം. ആർ പോകോ? പിതാവിന്റെ സന്നിധിയിൽ ഒരുവനുണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകാം. 3ാമത് രാത്രിയിൽ അവനെ ഞങ്ങൾ ഉയർത്തുന്നു. അവന്റെ പേരത്ര പെന്തിക്കോസിന്റെ പാപമല്ല, ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് CSAയുടെ പാപമല്ല, മർത്തോമയുടെ പാപമല്ല, ഹൈന്ദവന്റെ പാപമല്ല, ഇസ്ലാമിന്റെ പാപമല്ല, ജൈനന്റെ പാപമല്ല. സകല പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെടണം. രക്തം ചിന്താതെ പാപത്തിന് വിമോചനമില്ല. കാരക്കോണത്ത് CPMന്റെ ശിബിരം നടക്കുമ്പോൾ പാറശാല MLA ഹരീന്ദ്രൻ സാർ വിളിക്കുക, രക്തസാക്ഷി ചിന്താബാ, രക്തസാക്ഷി മരിച്ചില്ല. വെള്ളറടയിൽ ആനപ്പാറയിൽ നിന്ന് യാത നടക്കുമ്പോൾ BJPയുടെ സുഹൃത്തുക്കൾ പറയും, ബലിദാനികൾ ചിന്താബാ. അങ്ങനെയെങ്കിൽ സകല പരിഹാരത്തിനും വേണ്ടി രക്തം ചിന്തണം. അതാ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട
കർത്താവ്. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ബാക്കി ആരും മിണ്ടത്തില്ല. ഞാൻ തന്നെ പുനരുത്ഥാനം. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്ക്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അവൻ ബേത്ലഹേമിൽ ജനിക്കുന്നു, മാതാപിതാക്കളുടെ നടുവിൽ വളരുന്നു, 30-ാമത്തെ തിരുവയസ്സിൽ സ്നാനമേൽക്കുന്നു, 33-ര തിരുവയസ്സിൽ പരമയാഗമായി തീർന്നു. എന്തിനു വേണ്ടി യേശു വന്നു? വെള്ളറക്കാർ പറയും ഞങ്ങളുടെ പാപം ഞങ്ങൾക്ക് വീട് തരാനാ, ചിലർ പറയും കാറ് തരാനാ, ചിലർ പറയും കമ്പ്യൂട്ടർ തരാനാ. ഇതൊന്നുമല്ല യേശു വന്നത്. യേശു വന്നത് എന്തിനു വേണ്ടി? ഇന്ന് രാത്രി ഒരു മനുഷ്യനെ സംബന്ധിച്ച് 3 ഘടകങ്ങൾ: ദേഹം, ദേഹി, ആത്മാവ്. ദേഹത്തിന് ദേഹിക്ക് മരണമുണ്ട്, ആത്മാവിന് മരണമില്ല. ഹൈന്ദവ സഹോദരങ്ങൾ അനവധി പേർ ഇവിടെ പാർക്കുന്ന പട്ടണം. ഹൈന്ദവരുടെ വേദങ്ങൾ ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവ്വം, ഇതിനകത്തെല്ലാം മരണാനന്തര ജീവിതം. അതിനകത്ത് മഹാഭാരതത്തിൽ അവസാന ഭാഗം മഹാവിഷ്ണു ഉല്ലേഖനം ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഭാഗം എഴുതി: ലോകം തീരുമെന്ന്, ആലില പോലെ വിറയ്ക്കുമെന്ന്. നിലമാമൂട്ടി നിൽക്കുന്ന ആല് വീഴുന്ന പോലെ ലോകം വീഴുമെന്ന് മഹാവിഷ്ണു എഴുതിയേക്കുന്നത്. അന്ന് ഗുണപ്പെടാത്തവൻ ആലില വിറയ്ക്കുന്നത് പോലെ പാതാളത്തിന്റെ അടിയിൽ ദണ്ഡനം അനുഭവിക്കുമെന്ന്. സ്വോത്രം ആത്മാവ്. അതുകൊണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ കർക്കട ബാഹുബലി, പാപനാശം, വർക്കല, ആലുവ, മണപ്പുറത്തപ്പന്റെ പേരെഴുതി ബലിതർപ്പണങ്ങൾ, അർപ്പണതർപ്പണങ്ങൾ. അവർക്കും അറിയാം ആത്മാവിന്റെ വാസസ്ഥലം വേണം. അത് കഴിഞ്ഞിട്ട് ഇസ്ലാം സഹോദരങ്ങളുടെ ഖുർആനകത്ത് മസ്നാദ് 700 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: സർവ്വലോകവും നേടിക്കഴിഞ്ഞ ആത്മാവിന് വില കൊടുത്തില്ലെങ്കിൽ കൊത്തിവലിക്കുന്ന പാമ്പ് പാതാളത്തിലുണ്ടത്. മത്തായി സുവിശേഷത്തിനകത്ത് സഖാവ് VS-നോട് ചേർന്ന് ബൈബിൾ: സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ചാകാത്ത പുഴു കരമുയർത്തുന്നവർക്കായി. വെള്ളറുടെ ഒരൊറ്റ ഉപദേശം പറയാത്തതുകൊണ്ട് കർത്താവ് 101 വയസ്സിൽ നമ്മൾ മാറ്റപ്പെട്ട സഖാവ് VS മത്തായി സുവിശേഷം വായിച്ചു: സാർ ഒരുവൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ കീഴപ്പാതാളത്തിൽ കേടാത്ത തീ, ചാകാത്ത പുഴു. മനസ്സിലാകുന്നവർക്കായി. അപ്പൊ ആത്മാവിനൊരു വാസമൊരുക്കാൻ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ഏക സത്യദൈവം യേശു ക്രിസ്തു. അതുകൊണ്ട് നാളെ രാത്രി ആ വാസസ്ഥലം പറയും: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലമുണ്ട്. എൻ പ്രയാണകാലം 4 വിരൽ നീളമായതിൻ പ്രതാപം കട്ടത മാത്രം. കുഞ്ഞായിരിക്കുമ്പോൾ മരണം, ബാല്യത്തിൽ മരണം, കൗമാരത്തിൽ മരണം. യൗവനത്തിലെ പൊന്നപ്പൻ ചേട്ടന് നിലമാമുട്ടി വീണുപോയി അച്ചായ. ഏത് സമയത്തും മരണം പിടിക്കും. മരിച്ചാൽ നിന്റെ ആത്മാവിനെ നിത്യ വീട്ടിലെത്തിക്കുവാൻ ഉയരത്തിൽ നിന്ന് താഴേക്കിറങ്ങി വന്ന ഏക സത്യ ദൈവം യേശു ക്രിസ്തു മാത്രം. നാളെ അത് വരച്ചു കാട്ടുമ്പോഴായിരിക്കും യോഗം അവസാനിക്കുന്നത്. 33-ര തിരുവയസ്സിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി. ശ്രദ്ധയോടെ. അതിനുശേഷം ക്രൂരമായ പീഡനങ്ങളുടെ കാലം. കുഞ്ഞുങ്ങൾ ബൈബിൾ കോഡ്. ആ കാലഘട്ടത്തിൽ റോമന്റെ ഭരണാധികാരികളായിരുന്നു. ഒന്ന് ഏദോമിന്റെ ഗവർണർ ആയിരിക്കുന്നു ഹെരോദാവ്. അത് കഴിഞ്ഞിട്ട് റോമന്റെ കൈസർ പീലാത്തോസ്. ഭരണകൂടങ്ങൾ മാറി. അക്കമിട്ട് ഒരു പരിസംഖ്യ രേഖപ്പെടുത്തുന്നത് പോലെ വെസ്പേഷ്യൻ, റോമാ നഗരം ചുട്ടരിച്ച നീറോ ചക്രവർത്തി, യെരുശലേമിന്റെ ആലയം തകർത്ത ടൈറ്റസ്. അതിനുശേഷം വരുന്നു ആരൊക്കെ വരുന്നു? ലൗദിയോസ്, ക്ലൗഡിയോസ്. AD 90 കാലഘട്ടത്തിൽ വരുന്ന ഡൊമേഷ്യൻ. ആ കാലഘട്ടത്തിൽ ഭക്തന്മാർക്ക് ക്രൂരമായ ശിക്ഷാവിധി. ഭക്തനായ സ്തേഫാനോസിനെ ഉരുളൻ കല്ലുകൾ കൊണ്ട് തീർത്തു. പൗലോസ് ലീഗായ ഓസ്ട്രേലിയ ചന്തയിൽ വെച്ച് തല വെട്ടിമാറ്റി. പത്രോസ് ലീഗായ തല കീഴായി ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്: അവന്റെ ചെരുപ്പിന്റെ ബാറടിപ്പാൻ ഞാൻ യോഗ്യനല്ല. അദ്ദേഹത്തെ തല കീഴായി ക്രൂശിച്ചു. യാക്കോബ് അപ്പോസ്തലൻ അദ്ദേഹത്തിന്റെ തല ക്രൂരമായി റോമിന്റെ പടയാളികൾ വെട്ടിമാറ്റി. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ മണ്ണിൽ സുവിശേഷത്തിന് വേണ്ടി വന്ന തോമസ് ലീഗ AD 72 വധിക്കപ്പെടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, യോഹന്നാൻ. ചരിത്രവും ബൈബിളും. 64 അദ്ദേഹം യാത്രയായി തുർക്കിയുടെ ഒരു പട്ടണമായ ഏഷ്യ മൈനർ. അവിടെ പോയി ആസിയയിലെ 7 സഭകൾ ഉണ്ടാക്കി: എഫെസോസ്, ലവോദിക്ക, സ്മർണ, തുദയൂര, പെർഗമോ, സർദീസ്. അത് കഴിഞ്ഞിട്ട് ഫിലാഡൽഫിയ സഭ. ആ കാലഘട്ടത്തിൽ ആ ഡൊമേഷ്യന്റെ 1ാമത്തെ കൽപ്പന. ഡൊമേഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്: തച്ചന്റെ മകൻ. റോമൊരിക്കലും യേശു രക്ഷകൻ എന്ന് പറയുന്നില്ല, കാർപ്പന്റർ സൺ എന്നാ പറയുന്നത്. തച്ചന്റെ മകന്റെ വചനം പറയുന്നത് ആരെങ്കിലും ഉണ്ടോ? അവർ ചെന്ന് പറഞ്ഞു: സാർ എല്ലാവരെയും കാലപുരിക്ക് അയച്ചു. അവരുടെ ഭാഷ. ഇപ്പോൾ ഒരുവനുണ്ട്. ആരുണ്ട്? ഒരു വയോധികനുണ്ട്. അദ്ദേഹത്തിന് ഇപ്പം 90 വയസ്സ് പ്രായം കഴിച്ചാണ്. കാലുകൾക്കും കൈകൾക്കും ഒക്കെ ശേഷി കുറവാണ്. അദ്ദേഹം പറഞ്ഞു: ഒരു കാര്യം ചെയ്യുക, അങ്ങനെയുള്ള ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഇന്ന് നമ്മുടെ കാട്ടാക്കട കോടതിയല്ല, നെയ്യാറ്റിൻകര CJM വിധിയല്ല, വഞ്ചിയൂരിന്റെ വിധിയല്ല. അന്നത്തെ കാലത്ത് താളിയോലകളിൽ തിരുത്താണ്ടി കൊണ്ടൊരു കൽപ്പന കൊടുത്തു: വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കൊല്ലുവാൻ. ഒരു പ്രഭാതത്തിൽ 5 മണിക്ക് വെള്ളറടയ്ക്ക് പള്ളിക്ക് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പടി നിയമത്തിന്റെ ചുരുളുകൾ വായിച്ചപ്പോൾ പടയാളികൾ ഈ അപ്പച്ചന്റെ അടുത്ത് വന്നു: അപ്പച്ച, താങ്കൾ മരിക്കാൻ പോകുക. എന്താ? അദ്ദേഹം വായിച്ചു. മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു: താങ്കളുടെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലുവാനുള്ള കൽപ്പന. കൈകാലുകൾ ചെങ്ങലക്കകത്ത്. പള്ളിയിൽ കമ്മിറ്റിക്കാരിലെ ഖജാൻജിയില്ല, സെക്രട്ടറിയില്ല, വയോധികനെ കൊണ്ടുപോയി. മക്കളെ ശ്രദ്ധയോടെ 6 മണിക്ക് കാരാഗ്രഹത്തിനകത്തുമുണ്ട്. കറക്റ്റ് ഇതുപോലെ ഒരു ടേബിളിനകത്ത് അദ്ദേഹം
അദ്ദേഹത്തെ കടത്തി. സർജിക്കൽ റൂമിനകത്ത് പാറശാല ദേവിയിലും അല്ലെങ്കിൽ കാരക്കോണ സോമർവെൽ മെഡിക്കൽ കോളേജിലും കടത്തുന്ന പോലെ അദ്ദേഹത്തെ കടത്തി. മനസ്സിലാകുന്നവർക്കായി 6:30 ആയപ്പോൾ ക്യാൻസറിന് റേഡിയോ തെറാപ്പി കൊടുക്കുന്നതിന് മുമ്പ് വരയ്ക്കുന്ന ഒരു വര എങ്ങനെ സ്പോട്ട് ചെയ്യണം, മുഖാഭരണം ധരിപ്പിച്ചു. തീവ്രവാദികളെ മുഖാഭരണം ധരിപ്പിച്ചു, കൊലക്കിരയാക്കുന്ന പോലെ മുഖാഭരണം ധരിപ്പിച്ചു. 7 മണിക്ക് സൈറൺ മുടങ്ങുന്നു. ഒരു പടയാളി ഇറങ്ങി വരുന്നു. അവന്റെ കയ്യിൽ മുറിച്ചേറിയ ഒരു ആയുധമുണ്ട്. അമ്മച്ചി, ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം ആരും അധികം പ്രസംഗിക്കാറില്ല. 156 മുള്ളുള്ള കിരീടം യേശുവിന്റെ തലയിൽ 39 അടികൾ പീലാത്തോസിന്റെ 3 ആണികളാൽ നമ്മുടെ നാഥൻ കാൽവറിയിൽ പരമയാഗമായി. ഒരു റോമന്റെ പടയാളിയുണ്ട്, അത് പെരിട്ടോണിയസ്. അവന്റെ കയ്യിൽ 2 ചാട്ടവാർ ഉണ്ടായിരുന്നു. അതാ ഈയക്കട്ടയും വാളച്ചൂണ്ടയും നാഥനെ തകർത്ത് കളഞ്ഞത്. അവന്റെ കുടുംബത്തിനകത്ത് മറ്റൊരു പടയാളിയെ മനുഷ്യനെ കീറുവാൻ ഇറങ്ങുന്നു. ഒരു വല്ലാത്ത അബോധാവസ്ഥയിൽ കിടക്കുന്ന യോഹന്നാന്റെ ശരീരത്തിൽ പെരിയ വാളുകൊണ്ട് കീറുവാൻ തുടങ്ങി. ശരീരം അല്പം കീറിയപ്പോൾ ഒട്ടിപ്പിടിച്ചു. രക്തം അങ്ങനെ കിരിയുന്നില്ല. ഉടവാൾ അവിടെ വലിച്ചെറിഞ്ഞു. വളരെ ദേഷ്യത്തോടെ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിനെ കൊല്ലാനൊന്നും കഴിയത്തില്ല, എന്തോ അസാമാന്യ ശക്തി ഇദ്ദേഹത്തിനുണ്ട്. ഇന്ന് രാത്രി മാതാവേ പിതാവേ, കാരാഗ്രഹം നിനക്കെതിരായിരിക്കും, നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല, കൈകാലുകൾ ബന്ധിച്ചിരിക്കും. എന്നാൽ ഇന്ന് രാത്രി ആ ടേബിളിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുക സർവശക്തന്റെ കരമിറങ്ങിയെങ്കിൽ അതിന്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ട്. വചനം മനസ്സിലാകുന്നവർക്ക് ഇന്ന് രാത്രി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, PRS വെന്റിലേറ്ററിനകത്ത് കിടന്നാലും ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് കൊണ്ടുവന്ന് പാട്ടുപാടുവാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. ഇന്ന് രാത്രി കിംസും തള്ളാൻ നിംസും തള്ളാം. ഒരുപക്ഷെ കുഞ്ഞുങ്ങളോട് പറയാൻ അവസാനിച്ചു വന്ന അച്ചായ, ഇന്ന് രാത്രി ഭാരപ്പെടരുത്. നീ പുസ്തകവുമായി വെള്ളറടയിലും, ഇന്ന് രാത്രി ആറാട്ടുകുഴിയിലും 5 മരങ്കാലയിലും, ഇന്ന് രാത്രി കുറ്റിക്കാടും കോട്ടുകോണത്തും ഇറങ്ങിയപ്പോൾ ദൈവദാസന്മാർ നിന്നോട് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാത്രിയുടെ രാമത്തിൽ തുണ്ട് പേപ്പറിനകത്ത് നിന്റെ ബൈബിളിനകത്ത് എഴുതി വെച്ച് പ്രാർത്ഥിച്ചെങ്കിൽ അതിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ ഇന്ന് രാത്രി നിന്റെ കണ്ണുകൾ അടയുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് സാധാരണ ദൈവത്തെ അല്ല ഇന്ന് രാത്രി നീ ആരാധിക്കുന്ന. ആരാ നിന്റെ ദൈവം? അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെയും ചന്ദ്രനെയും ഇന്ന് രാത്രി അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഗ്രഹങ്ങളെ വെച്ച ദൈവം, കൂപ്പിളിയാർ ബെൽറ്റിനകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം, അവൻ അറിയാതെ എന്റെ തലയിൽ ഒരു മുടിനാര് പോലെ താഴെ വീഴുക. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ക്യാൻസർ 4ാമത്തെ സ്റ്റേജ്. RCCയിലെ ഡോക്ടർമാർ വാതിലിന്റെ പുറകിൽ റേഡിയേഷൻ ചെയ്യുമ്പോൾ പറയും, കിട്ടിയാൽ ഒരു 3 മാസം കൂടെ മമ്മ ജീവിക്കും. നെവർ നെവർ. ഇന്ന് രാത്രി ഡോക്ടറിന്റെ വാക്കല്ല വരുന്നത്. നീ കരമുയർത്തി പറയണം, ഇന്ന് രാത്രി എന്റെ മമ്മിയുടെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ആരാ? ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ചെറുപ്പക്കാരൻ നിമിസിലെ മധുശ്രീധർ കാത്ത് ലാബിന്റെ മുൻപിൽ നിന്ന് നിന്നോട് രഹസ്യമായി പറയും, അടുത്ത അറ്റാക്കോടുകൂടി നിന്റെ പപ്പ സെമിത്തേരിയില്ല. എന്നാൽ ഇന്ന് രാത്രി മധുശ്രീധറിന്റെ വാക്കല്ല വലുത്. ഇന്ന് രാത്രി കരമുയർത്തി പറയണം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാ. ഇന്ന് രാത്രി ക്യാൻസർ അല്ല വലുത്, ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്. ആരാധിക്കുന്നവനെ വിടുവിക്കുക, ആരാധിക്കുന്നവനെ ICUവിൽ നിന്ന് പുറത്തു കൊണ്ടുവരുക, ആരാധിക്കുന്നവനെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരുക. ഇന്ന് രാത്രി നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ രാത്രി യോഹന്നാൻ മാത്രമല്ല, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ഇന്ന് രാത്രി നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുക. കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കുന്ന രാത്രിയ അന്ധകാരത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അഴിയട്ടെ. നിന്റെ ആയുസിനെതിരെ പോരാടുന്ന ദൂഷ്ടശക്തികളെ തകർക്കുക. ഇന്ന് രാത്രി നിന്റെ മേൽ ഒരു അമിത ബലം പകരുന്ന രാത്രിയ. റിസീവ് ദ മൈറ്റി പ്രസൻസ് ഓഫ് അനോയിന്റിംഗ് ദ ഇയർ ഓഫ് 2025 യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി രോഗമല്ല വലുത്, എന്റെ കരങ്ങളിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. ബ്രദർ, ആര് കരമുയർത്തും പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറിപ്പോകും. ഇന്ന് രാത്രി കോട്ടുകോണത് കുന്നുകൾ നിന്റെ മുൻപിൽ നീങ്ങിപ്പോകും. അമ്മച്ചി, നിന്റെ വീട്ടിനകത്ത് നിന്ന് വിളിച്ചിറക്കിയ ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, അച്ചായ പുരക്കകത്ത് നിന്ന് വിളിച്ചിറക്കിയ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ പുരക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുക എന്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂതേറ്റെടുക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ സാധാരണ പുസ്തകമല്ല, കുട്ടിസനും മായാവും ഡിങ്കനും ഒന്നുമല്ല. മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി 8000 പ്രോമിസ് ഉള്ളൊരു പുസ്തകമായി ഇന്ന് രാത്രി കരങ്ങളിൽ എടുത്തിരിക്കുന്ന 8000 പ്രോമിസ്. 8000. ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവായിരുന്നു ശൗൽ. കേൾക്കുന്നവർക്കായി കഴുതെ അന്വേഷിച്ച് പോകുന്നവനെ ദൈവം രാജാവാക്കി. അവസാനം എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ടു പോയി. പാവപ്പെട്ട ദാവീദ് പാടി ശൗലിന്റെ മേലുള്ള ദുരാത്മശക്തി എല്ലാം അവൻ മാറ്റിക്കൊടുത്ത. എങ്കിലും അവന്റെ ജോലി അഭിഷിക്തനെതിരെ കുന്ത പറയുന്നതാ. ദാവീദ്
ദാവീദ് പല പ്രാവശ്യം സ്വർഗത്തോട് ചോദിച്ചു, ഫേസ്ബുക്കിൽ ഒരു കമന്റ് ഇടട്ടോ ഒന്ന് സ്വതന്ത്രം, ഞങ്ങൾ ഇടും, പക്ഷേ ദാവീദിനോട് സ്വർഗം പറഞ്ഞിട്ടുണ്ട് അവന്റെ കാര്യം ശരിയാക്കാന്ന് മനസ്സിലാക്കുന്നവർക്കായി. അവസാനം കുന്തമറിയുന്നവനെ ദൈവം കൊണ്ടുപോയി ഗിൽബോവയുടെ ഒരു പ്രത്യേകതയുണ്ട്. ശൗലിന്റെ പടയാളികളെല്ലാം വീണുപോയി. അതിന്റെ തൊട്ടുപുറത്ത് നിൽപ്പുണ്ട് തന്റെ പ്രിയമകൻ യോനാഥാൻ, അപ്പന്റെ പാരമ്പര്യത്തിനകത്ത് കരം പിടിച്ച് നടക്കുന്ന ചെറുപ്പക്കാരൻ യോനാഥാൻ. അവനും വീണുപോയി. ശൗല് വിചാരിച്ചു ഇനി നാട്ടുകാരുടെ കുന്തം കയറണ്ട. അഭിഷിക്തനായ ദാവീദിനെ എറിഞ്ഞ കുന്തം മണ്ണിൽ കുത്തിക്കൊണ്ട് അതിനകത്ത് വയർ ചായച്ചു വെച്ച് കുടൽമാല പുറത്തു പോയി. ശൗലിന്റെ വീരന്മാർ പട്ടുപോയത് അങ്ങനെ. വീട് തന്ന്, കാറ് തന്ന്, കമ്പ്യൂട്ടർ തന്ന്, പണം തന്ന്, ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവാലയത്തിനും നേരെ നിൽക്കുന്ന സകലരെയും ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. മനസ്സിലാക്കുന്നവർക്ക് യോനാഥാൻ നല്ല പൈതലായിരുന്നു, പക്ഷെ കുഴപ്പം ഇതേ ഉള്ളായിരുന്നു, അവൻ അപ്പന്റെ കഴുക്കോലിൽ പാരമ്പര്യത്തിൽ നിന്നതാ. അപ്പൊ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ദൈവസഭയ്ക്ക് നേരെ പോരാട്ടം. ആരൊക്കെയോ? ദാദാൻ, അബീരാൻ, കോര എങ്ങനെയെങ്കിലും പള്ളി പൂട്ടാൻ നിൽക്കുക. കുഞ്ഞുങ്ങൾ പറഞ്ഞു പപ്പ ആരൊക്കെയോ കഷ്ടപ്പെട്ട് പള്ളി ഉണ്ടാക്കിയത്, എങ്ങനെയെങ്കിലും യോഗം നടക്കട്ടെ. കുഞ്ഞുങ്ങളോട് പറഞ്ഞ് നിങ്ങൾ മിണ്ടരുതെന്ന് മനസ്സിലാക്കുന്നവർക്കായി. കോരകൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞ് ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലല്ലോ. അവസാനം പള്ളിക്കെതിരെ കമ്മിറ്റി ഉണ്ടാക്കിയവനെല്ലാം ഭൂമി വിളർന്നു പോയി. ചുമ്മാതെ ദൈവാലയത്തിനെതിരെ പദ്ധതി വെച്ച് പൂട്ടാൻ നിൽക്കല്ലേ കുഞ്ഞുങ്ങൾ. അവസാനം ദൈവത്തിൻ്റെ ന്യായവിധി. കോരകൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, യഹോവയിലെ ചെന്ന പാസ്റ്റർ ഞങ്ങളെ കയറ്റത്തൊന്നുമില്ല, എങ്കിലും ആലയത്തിന്റെ വാതിൽക്കൽ നിന്നൊരു ഹല്ലേലൂയ പാടുവാൻ കരമുയർത്തുന്നവർക്കായി, പാരമ്പര്യത്തിന്റെ പടുകുടിക്കകത്ത് ചർച്ചയ്ക്ക് കുറ്റും കോലിയും ഇടാതെ പാരമ്പര്യം വിട്ട് പള്ളിക്ക് പുറത്ത് കൈ ഉയർത്തുവാൻ പദ്ധതി വെച്ച കോരകിന്റെ മക്കളെ അനുഗ്രഹിച്ചവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി ഹല്ലേലൂയ വിട്ടിറങ്ങി വന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ കോരകിന്റെ മക്കളുടെ നാവിൽ സങ്കീർത്തനം കൊടുത്ത കർത്താവ് നിന്റെ വായിൽ പുതിയ പാട്ട് തരും വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ വീരന്മാർ പട്ടുപോയത്. ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി സ്വർഗത്തിന്റെ സന്നിധിയിലെത്തി. സ്വർഗം പറഞ്ഞു ഒരുവനെ രാജാവ് വേണം. അന്ന് ശമൂവേൽ ഇസ്രായേലിന്റെ ആദ്യത്തെ പ്രവാചകൻ അവനോട് പറഞ്ഞു, നമ്മുടെ ഇശ്യായി അച്ഛൻ്റെ വീട് ബെള്ളറയുണ്ട്, അവിടെ പോയി ഒരുത്തനെ രാജാവാക്കണം. രാവിലെ ലാൻപോണിനകത്ത് ആര് വിളിച്ചെന്നറിയാമോ? ശമൂവേൽ ഇശ്യായി അച്ഛനെ വിളിച്ച, അച്ഛ വെള്ളറയോട്ട് ഞാൻ വരും, കുഞ്ഞുങ്ങളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം, ഒരുത്തനെ രാജാവാക്ക്. ഇശ്യായിക്ക് പെരുത്ത സന്തോഷമായി. പഴയ ബസ് പാസ് സ്കൂട്ടറിനകത്ത് 9:30 ആയപ്പോൾ കോട്ടുകോണം താരുന്ന് ചെന്നെന്നറിയാമോ? നമ്മുടെ ശമൂവേൽ ഇശ്യായി അച്ഛൻ്റെ വീട്ടിൽ ചെന്നു. ഉടനെ എനിക്കിവിടെ പാസ്റ്റർ എന്നുള്ള 2 ഗ്ലാസ് മധുരമില്ലാത്ത ചായ, കുഞ്ഞുങ്ങളെ വിളിച്ചു, ഒരു സങ്കീർത്തനം പാടി. ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ച, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. ഒരു അരുമയാണ് പാടൽ, തമിഴ് പാട്ട്, നാനും എൻ വീടും എൻ വീട്ടാരനൈവരും. അത് കേട്ടപ്പോൾ ഇശ്യായി വിചാരിച്ചു ഇവിടെ താൻ രാജാവ്. മനസ്സിലാകുന്നവർക്കായി ഒരുത്തൻ്റെ തലയിൽ ഓർഡിനേഷൻ കൊടുത്ത് തൈലം വെക്കാൻ തുടങ്ങിയ പറഞ്ഞു, യവനെ ഞാൻ കണ്ടിട്ടില്ല, 2 കണ്ടിട്ടില്ല, 3 കണ്ടിട്ടില്ല. ഇടുക്കി മണിയാശാൻ പറഞ്ഞു 1 2 3 4 5 6 7. മനസ്സിലാകുന്നവർക്ക് இந்த മേടയിൽ ഇരിക്കുന്ന അരുമയാണ് ഊഴിയക്കാർ, അവരിനകത്തോടെ കൂടാതെ എന്നെ പോലുള്ള ഊഴിയക്കാർക്ക് കൈ കിട്ടിയിരുന്നേ ഞാൻ 7 എണ്ണത്തിന് ഓർഡിനേഷൻ കൊടുത്ത് തൈലവും മേടിച്ചാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. അതാ ഇന്നത്തെ പെന്തിക്കോസുകാർ. ഉടനെ പറഞ്ഞു നല്ല ഷർട്ട്, ആൽമിയ മന്ന ബൈബിൾ കോളേജിന്റെ ബിരുദം, അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ കില്ലറിന്റെ പാൻറ്റും വാൻ ഹുസൈൻ്റെ ഷർട്ട്. ഇതൊന്നും കണ്ടിട്ട് സ്വർഗം സന്തോഷിച്ചില്ല. സ്വർഗം ശമൂവേലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പൊക്കം നോക്കരുത്, നീളം നോക്കരുത്, നിറം നോക്കരുത്, മണം നോക്കരുത്. മനസ്സിലാകുന്നവർക്കായി തെരഞ്ഞെടുപ്പുള്ളവനെ ദൈവം തെരഞ്ഞെടുത്ത് കൊണ്ടുവരും. ദൂതേറ്റെടുക്കുന്നവർക്കായി. ഇശ്യായോട് ചോദിച്ചു, ഇശ്യായി ഉനക്ക് വേറെ വല്ല പിള്ളേ ഇരിക്ക? തമിഴ്നാട് ഭാഷ പറഞ്ഞാൽ വേറെ വല്ല പയ്യന്മാരും ഇരിക്കുതോ? അപ്പം പറഞ്ഞു ഉണ്ട്, നമുക്ക് ആറുകാണിയിൽ ഇച്ചിരി ആട്ടുംകൂട്ടം ഉണ്ട്, അവിടെ ഒരുവൻ കിടപ്പുണ്ട്, അവൻ്റെ പേരാ ദാവീദ്. ഉടനെ സ്വർഗം പറഞ്ഞു അവൻ വരാതെ ഇങ്ക യാഗം നടക്കക്കൂടാതെ. സ്വോത്രം. ഇന്ന് രാത്രി ദൈവം ഒരുവനെ തെരഞ്ഞെടുക്കണമെങ്കിൽ നെവർ, ഡോണ്ട് നീഡ് യുവർ PhD, ഡോണ്ട് നീഡ് യുവർ ക്വാളിഫിക്കേഷൻ, ഡു നോട്ട് നീഡ് യുവർ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. നമ്പർ 1 കരമടിച്ച് ആരാധിക്കുന്നവൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി കാട്ടിനകത്ത് ഒരുവൻ കിടപ്പുണ്ട്, ദാവീദ്. ഉടനെ പറഞ്ഞൊരു കാര്യമുണ്ട്, 5 വരക്കാല സ്കൂളിന്റെ ബിരുദമില്ല, ആറാട്ടുകുടി UITയുടെ ബിരുദമില്ല. ദാവീദിന് എന്തുണ്ടെന്നറിയാമോ? കരമടിച്ച് അവൻ ദൈവത്തെ ആരാധിച്ചു. ഇശ്യായിയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി അമ്മച്ചി ഓർക്കേണ്ടവർ ഓർക്കത്തില്ല. ചെറുപ്പക്കാരെ, നാട്ടുകാർ തള്ളിക്കളെ. നിന്റെ മേലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കുവാൻ നീ കരമടിച്ച് ആരാധിക്കുന്നെങ്കിൽ അധികകാലം 6 കാണിയിലും 10 കാണിയിലും നീ കിടക്കത്തില്ല. സ്വോത്രം. ഇന്ന് രാത്രി പട്ടണങ്ങളെ പിടിക്കുവാൻ നിന്റെ മേൽ ഒരു അഭിഷേകം പകരുന്ന രാത്രിയാ. ഒന്ന്, ദാവീദിന് വലിയ ബിരുദമില്ലായിരുന്നു, ഒന്നുണ്ടായിരുന്നു, അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഒരു പോഷനെ പോലെ കരമടിച്ച് ആരാധിക്കുന്നവനെ പട്ടണങ്ങളും രാജ്യങ്ങളും പിടിച്ചടക്കുക. ഇന്ന് രാത്രി ദാവീദിന്റെ മേൽ ഒരു അഭിഷേകം ഇറങ്ങിയെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി. 2 അവനൊന്ന് രണ്ടാമത്തെ കാര്യമുണ്ടായിരുന്നു.
അവന്റെ അപ്പന്റെ ആടുകളെ പിടിക്കാൻ വന്ന ദുഷ്ടമൃഗത്തെ തകർക്കാൻ അവന്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ഇന്ന് പെന്തിക്കോസ്കാർക്ക് ഇല്ലാത്തത് അതാ. അഭിഷേകമുള്ളവൻ അധികകാലം കുറ്റിക്കാട്ടി കിടക്കത്തില്ല. അഭിഷേകമുള്ളവൻ അധികകാലം കോട്ടുകോണത് കിടക്കത്തില്ല. ദൈവം നിന്റെ പ്ലാനിൽ ഒരു പ്ലാൻ വരച്ചിട്ടുണ്ടെങ്കിൽ അധികകാലം നീ ഏകനായി കിടക്കത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി സ്വർഗം പറഞ്ഞ അവന്റെ നിറം നോക്കരുത്, ഗുണം നോക്കരുത്, മണം നോക്കരുത്, PhD നോക്കരുത്. അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. അതുകൊണ്ട് ദാവീദ് പാടി, അമ്മച്ചേ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എങ്കിലും യഹോവ ചേർത്തുകൊള്ളു. നീ പുറത്തു വരാതിരിക്കാൻ പിശാച് പദ്ധതി വെക്ക്. നിന്റെ നാട്ടുകാർ നീ പുറത്തു വരാതിരിക്കാൻ പദ്ധതി വെക്ക്. നിന്റെ ചേട്ടന്മാർ നിനക്കെതിരെ പദ്ധതി വെക്ക്. എന്നാൽ ഇന്ന് രാത്രി കരമുയർത്തി പറയണം, വാഗ്ദത്തമുള്ളവനെതിരെ ആരൊക്കെ വേലി കെട്ടിയാല്, വാഗ്ദത്തമുള്ളവനെതിരെ ആരൊക്കെ മതിൽ കെട്ടിയാല്, മോനെ അവന്റെ ബലമുള്ള കരത്തിൽ താഴ്ന്നിരുന്നേക്ക്. മോളെ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്ക്. പിശാച് ഉണ്ടാക്കിയ വേലികൾ 2025 പൊളിച്ചുകൊണ്ട് ആത്മാവിൽ ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ മേൽ അഭിഷേകത്തിന്റെ കരമിറങ്ങുകൾ നിനക്ക് വഴികളെ തുറക്കുക. ദാവീദിന്റെ കണ്ണുനീരിനകത്ത് ഒരു കരമിറങ്ങിയെങ്കിൽ ആ കരം തളർന്ന കരമല്ല. ആരൊക്കെ നിനക്കെതിരെ വേലി കെട്ടിയാലും, ആരൊക്കെ നിനക്കെതിരെ മതിൽ കെട്ടിയാലും, 2025 സെപ്റ്റംബർ ശനിയാഴ്ച കരം ഉയർത്തി പറയണം, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്ക്. എന്റെ ദൈവത്താൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞെടുക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി മന്ത്രവാദി നിനക്കെതിരെ, ആഭിചാരം നിനക്കെതിരെ, പിശാച് നിനക്കെതിരെ, കർമ്മകാണ്ഡാദികൾ ആരൊക്കെ എഴുതി വെച്ചാലും ഇന്ന് രാത്രി അന്യഭാഷയിൽ നീ ഗ്രൗണ്ടിനകത്ത് ആരാധിക്കുന്നുവെങ്കിൽ ആത്മാവിൽ ചലിക്കുന്ന രാത്രിയാകട്ടെ. പാമ്പുകളെ, തേളുകളെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുക. ഇന്ന് രാത്രി മന്ത്രവാദിയുടെ ബന്ധനങ്ങളെ തകർക്കുക. നിന്റെ മേലൊരു അഭിഷേകത്തിന്റെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കുന്ന രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് അഭിഷേകത്തിന്റെ തീ ഇന്ന് രാത്രി ഇവിടെ കത്തിപ്പടരട്ടെ. Lord Jesus, the precious moment, the mighty presence of Holy Spirit come to the ground the third day. യേശുവിന്റെ നാമത്തിൽ ചില തലമുറകൾക്കെതിരെ പിശാച് നാളുകൾ, വഴികളും വാതിലുകളും തുറക്കാതെ അവരുടെ വഴികളെ അടച്ചു വെച്ചിരിക്കുന്ന വഴികൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് രാത്രി പുതുവഴികൾ തുറക്കട്ടെ. ദാവീദിന്റെ കരം പിടിച്ചുയർത്തിയ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി കോട്ടുകോണം ഗ്രൗണ്ടിൽ ചില കുഞ്ഞുങ്ങളുടെ കരം പിടിച്ചുയർത്തി പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള വഴികൾ ഈ ഭക്ഷണകത്ത് പരിശുദ്ധാത്മാവ് പ്രൊവൈഡ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ വിടുതലിന്റെ താക്കോൽ പരിശുദ്ധാത്മാവ് നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുക. ഇന്ന് രാത്രി ആര് ദൂതേറ്റെടുക്കുക? നാളുകൾ കാരക്കോണത്ത് കടക്കാനല്ല, നിലമാമൂട് കടക്കാനല്ല, തോലടി കടക്കാനല്ല. നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ദാവീദിനെ കൊണ്ടുവന്ന് ഇസ്രായേലിനെ രാജാവാക്കിയതുപോലെ ഇന്ന് രാത്രി അനുഗ്രഹിക്കാൻ കരുത്തുറ്റ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന രാത്രിയാ. കരമുയർത്തുന്നവർക്കായി ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. കരമുയർത്തുന്നവർക്കായി കണ്ണുനീരിന്റെ ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എന്ന് ഞാൻ പട്ടിണി കഞ്ഞി കുടിച്ച് കിടക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞാൻ ഞെരുക്കത്തിൽ യഹോവയോട് നിലവിളിച്ചു. 2025 എനിക്ക് വിശാലത വരുത്തുക. ആട്ടിടയ കുടിലിൽ വളർന്ന ദാവീദിനെ ഉയർത്തിയ കരം ഈ രാത്രി എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന രാത്രിയാ. ഇന്ന് രാത്രി നിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന്റെ വിടുതൽ ഇന്ന് രാത്രി നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച രാത്രിയാ. സിസ്റ്റർ, ഈ രാത്രി എഴുന്നേറ്റ് പ്രകാശിക്കുക. ചെറുപ്പക്കാരാ, ഇന്ന് രാത്രി പട്ടണങ്ങളെ പിടിക്കുക. നിന്റെ മേലൊരു വിശേഷமான കൃപ ദേവൻ വല്ലമായി, ആണ്ടവരൻ വല്ലമായി ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ നിന്ന് പ്രാപിക്കുന്ന രാത്രിയാ. ചതഞ്ഞ ഓട ഉടയ്ക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത ദൈവം, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്ന ദൈവം ഇന്ന് രാത്രി നിന്റെ ദർശനത്തിന് കണ്ണുനീരിന് മറുപടി തരുക. ഇടയ ചെറുക്കന്റെ കണ്ണുനീരിൽ ഇറങ്ങിയ കരം ഈ രാത്രി ഇവിടെ വെളിപ്പെടുകയോ. ലോർഡ് ജീസസ്, the mighty presence of Holy Spirit. ആരൊക്കെ നിന്നെ തള്ളിയാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, മമ്മ കരമടിച്ച് ആരാധിച്ചാൽ ഒരു മറുപടിയുണ്ട്. അച്ചായ, അന്യഭാഷയിൽ നീ ദൈവത്തെ ആരാധിച്ചാൽ നിനക്കൊരു വിടുതലുണ്ട് ഈ രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി. അതുകൊണ്ട് സങ്കീർത്തനം 23 ദാവീദ് പാടിയത്, ഇശ്യായി മറന്നാലും സഹോദരന്മാരും മറന്നാലും യഹോവ എൻ്റെ ഇടയനാകുന്നു. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് എനിക്കൊരു മുട്ടും വരാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ നിലമാമൂട്ടിലെ നിർമ്മൽ കൃഷ്ണ തകരട്ടെ. എങ്കിലും പച്ചയായ പുൽപ്പുറങ്ങളിൽ കൂടെ ദൈവം എന്നെ നടത്ത്. എൻ്റെ വീട്ടിലെ കിണറ്റ് വെള്ളമില്ലേലും ഒരു തുള്ളി വെള്ളം എനിക്ക് തരാൻ, സ്വസ്ഥതയുള്ള വെള്ളം എനിക്ക് ഒരുക്കുന്നവനായി എൻ്റെ ദൈവം. മമ്മ ഇന്ന് രാത്രി പറയണം, മൂലമറ്റത്തെ ടർബൈൻ ഓഫ് ആകട്ടെ, കൂടംകുളത്തെ ലൈൻ ബ്രേക്ക് ആകട്ടെ, കൂരിരുളിൻ്റെ താഴ്വരെ കൂടി കടന്നുപോയ
ആയാലും എന്നെ കൈവിടാത്തൊരു നല്ല ദൈവം. ഇനി 4 മാസമില്ല, 3 മാസം കൂടെ നമ്മുടെ മുൻപിലുള്ളപ്പോൾ ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ കാക്കുന്ന ദൈവം. അതുകൊണ്ട് ദാവീദിനോട് ചേർന്ന് ദുഷ്ടപിശാചി രാത്രി നടുക്കട്ടെ, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. എത്ര പേർക്ക് ഇന്ന് രാത്രി കരം ഉയർത്തുവാൻ കഴിയും? ആണ്ടിന്റെ ആരംഭം മുതൽ എന്നെ അവസാനം വരെ കാത്തു പരിപാലിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി പറ, പാസ്റ്റർ മറക്കട്ടെ, വിശ്വാസി മറക്കട്ടെ, അച്ചായ കരം ഉയർത്തിയാട്ടെ, അവന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ദാവീദിനോട് ചേർന്ന് ഇന്ന് രാത്രി അവസാനമായി വയോധികനായ യോഹന്നാനെ നാട് കടത്തുന്നു പത്മോസ്. ഗ്രീസിന്റെ ഏതൻസിൽ തേംസ് നദി, അവിടെ ഒളിമ്പിക്സ് നടക്കുന്ന പട്ടണത്തിനകത്ത് പത്മോസിൽ 16 നീളം 10 കിലോമീറ്റർ വീതിയുള്ള ഒരു ദ്വീപിനകത്ത് നാട് കടത്തുന്നു. നാളെ ബാക്കി ഭാഗം സ്വർഗം തുറക്കുന്നു. 5 കാഴ്ചകൾ, ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൽ, മനുഷ്യന്റെ അസ്ഥികഷ്ണം വാർന്നു തന്നുന്ന പരുന്ത്, തലയൂട്ടിയുടെ ദുർഗന്ധം. വയോധികൻ മുട്ടുമടക്കി ഒരു കരം അവനെ തൊട്ടു. ആദ്യനന്ത്യൻ, ആൽഫാ ഒമേഗ, മരണത്തിൻ പാതാളത്തിൻ താക്കോലൻ കൈവശം. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ ഇന്നും എന്നേക്കും ജീവിച്ചു. വയോധിക എഴുതിക്കോ, നീ കണ്ടത് പത്മോസ് ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതി. ആ പുസ്തകമാ ഈ രാത്രിയും നാളെ രാത്രിയും വിശുദ്ധ വെളിപ്പാട് പുസ്തകം, മറനീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചനം ഗ്രന്ഥം. അപ്പോക്യാലിപ്സ് രംഗപടത്തിന് പിൻപിൽ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന സംഭവം. 404 വാക്യം, 22 അധ്യായങ്ങൾ. 1, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. കുഞ്ഞു വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ, സമയമെടുത്തു. 2, 3 ആസിയയിലെ 7 സഭ. 4 സഭ ഇവിടില്ല. അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ. 5 പുസ്തകം തുറപ്പാൻ യോഗ്യനാര്. 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു. 7 മുതൽ 11 വരെ ഇന്ന് ലോകരാജ്യങ്ങളെ വെല്ലുവിളിക്കുന്ന യഹൂദൻ നിലവിളിക്ക്. 12 ആൺകുട്ടി സിംഹാസനം. 13 ലോകം ഒരുവന്റെ കയ്യിൽ. അതായിരിക്കും ഇന്ന് രാത്രി 1-ാം ഭാഗം. ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ നാളെ രാത്രി ഇസ്രായേൽ ഹമാസിന്റെ പരിസമാപ്തിയായിരിക്കും. നാളെ രാത്രി വെളിപ്പാടിൽ കൂടി. അതുകൊണ്ടാണ് നേരത്തെ സമയം മേടിക്കുന്നത്. ബൈബിൾ കൂടെ യേശുക്രിസ്തുവിന്റെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം. ഇവിടെ വളരെ താഴ്മയോടെ വി ആർ ഗോയിങ് ദ കണ്ടന്റ് ഓഫ് ദ 3rd ഡേ. ഇന്ന് രാത്രി മെസ്സേജിലേക്ക് നാം വളരെ സാവധാനത്തിൽ യേശുക്രിസ്തുവിന്റെ 3 പ്രഭാഷണം. 1-ാമത്തെ പ്രഭാഷണം ഗിരിപ്രഭാഷണം. മത്തായി 7:8. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആദർശധീരനായ ബാപ്പുജി സത്യാന്വേഷ പരീക്ഷകളിൽ ഇങ്ങനെ എഴുതി, എൻ്റെ ജീവിതത്തിനകത്ത് അഹിംസയുടെ മൊഴിമുത്തുകൾ ഇസങ്ങളും മതങ്ങളുമല്ല ചെയ്തത്, യേശുദേവന്റെ മൊഴിമുത്ത്. കരം ഉയരുന്നില്ലല്ലോ. മഹാത്മാഗാന്ധി ബൈബിള് വായിച്ചെന്ന് നമ്മുടെ ബൈബിൾ ഇപ്പോൾ ഷോക്കേസിനകത്തിരിക്കുക. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് അഹിംസ എൻ്റെ സത്യാന്വേഷ പരീക്ഷകൾ. 2-ാമത്തെ പ്രഭാഷണം കാർഗിക പ്രസക്തിയുള്ള യുഗാന്ത്യ പ്രകാശം. അതിൻ്റെ പ്രത്യേകതയാണ് ഒലിവുമല പ്രഭാഷണം. അതാ എസ്കറ്റോളജി അതിൽ തുടങ്ങുന്നു. അതിനോടനുബന്ധിച്ച് 3-ാമത്തെ പ്രഭാഷണമുണ്ട്, മാളികമുറി പ്രഭാഷണം. ആത്മീയമന്ന ബൈബിൾ കോളേജ്, വെള്ളറുടെ പാറശാല ബൈബിൾ കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക്, അപ്പച്ചമാർക്കും അമ്മച്ചിമാരുടെ ശ്രദ്ധയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ കാലിക പ്രസക്തിയുള്ള 3 പ്രഭാഷണം. 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3 മാളികമുറി പ്രഭാഷണം. ഇന്ന് ഒലിവുമല പ്രഭാഷണം, നാളെ അവസാനം മാളികമുറി പ്രഭാഷണം. അങ്ങനെയെങ്കിൽ ഓശാന പെരുന്നാളിൽ ബൈബിൾ കൂടെ മത്തായി 24:1-2 ഓശാന പെരുന്നാളിൽ അവൻ ദൈവാലയത്തിൽ വരുന്നു. ഇവിടെ കുറിച്ചുണ്ട് ചിന്ത. അവൻ ദൈവാലയത്തിൽ ഓശാന പെരുന്നാൾ വന്നു, ആലയത്തിന്റെ പണി കാണിച്ചു. നാളെ അത് ചിന്തിക്കും. ശിഷ്യന്മാരോട് പറഞ്ഞത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പോൾ അത് ഇടിഞ്ഞു പോകും. ബൈബിൾ കൂടെ മത്തായി 24:3-4-5 ബൈബിൾ. ഒലിവുമലയിൽ യേശു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്ത് വന്നു. യേശുവേ, ഇന്ന് പകൽ താങ്കൾ കാലിക പ്രസക്തിയുള്ള വരുവാനിരിക്കുന്ന കാലത്തിൻ്റെ ഒരു ഘനഗംഭീര്യമുള്ള പ്രഭാഷണം നടത്തി. അനവധി പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടു. ഗനസരത്തിലും ഗതസമനയിലും അതുപോലെ തന്നെ കാനാവിലെ കല്യാണ വീട്ടിലും നയിൻ്റെ പട്ടണത്തിലെ വിധവയുടെ അടുത്തും എരികോയുടെ തെരുവീതിയിലിരുന്ന മകൻ്റെ അടുത്തൊക്കെ പറഞ്ഞതിന് വിപരീതമായി ഇന്ന് പകൽ ആലയത്തിനകത്തൊരു പ്രഭാഷണം പറഞ്ഞു. നിന്റെ വരവും ലോകാവസാനം. മത്തായി 24:3-4-5 ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന് ലോകാവസാനത്തിനും അടയാളം. ഉടനെ യേശു പറഞ്ഞു, കാരക്കോണം മെഡിക്കൽ കോളേജ് വരുമെന്നല്ല, വെള്ളറുടെ IIT കോളേജ് വരുമെന്നല്ല, കുരിശുമല തീർത്ഥാടന കേന്ദ്രമെന്നല്ല. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവി. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും.